ഇപ്പോൾ ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ SJR കുമാർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ SJR കുമാർ, 2018-19 കാലത്ത് മണ്ഡല മകരവിളക്ക് കാലഘട്ടം, അതാണ് നമ്മൾ ഈ മണിക്കൂറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേ ഉൾപ്പെടെയുള്ള ആളുകൾ പമ്പയിലും സന്നിധാനത്തും എത്തിയാണല്ലോ അന്ന് നാമജപ പ്രക്ഷോഭത്തെ നയിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഏതാണ്ട് 10,000-ലധികം കേസുകൾ നിലനിൽക്കുകയാണ്. അമ്മമാർക്കെതിരെ ഉൾപ്പെടെ കേസുകൾ നിലനിൽക്കുകയാണ്. ഇതേ ആളുകളാണല്ലോ ഈ 20-ാം തീയതി അയ്യപ്പ സംഗമം പമ്പയിൽ നടത്താൻ പോകുന്നത്. ഈ കേരള സർക്കാരിന്റെ പല തീരുമാനങ്ങളും ഓരോ സമയത്തും മറ്റു പല ഉദ്ദേശത്തിന്റെ വെളിച്ചത്തിലാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2018-19 കാലത്ത് നടന്ന ശാന്തമായ നാമജപയാത്രയിൽ പങ്കെടുത്തവർക്ക് നേരെ എടുത്ത കള്ളക്കേസുകൾ. അതൊരു വശത്തും അത് പിൻവലിക്കുമെന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ CA വിരുദ്ധ പ്രക്ഷോഭം, അത് ഒരു വ്യാപകമായ പ്രക്ഷോഭവും വളരെ എന്താ പറയാ സംഘടനകൾ ഉണ്ടാകുകയും അക്രമങ്ങൾ ഉണ്ടാകുകയും മാത്രമല്ല അതിൽ വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, അവരുപയോഗിച്ച മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരത്തില് ഈ രണ്ട് വിഭാഗത്തിന്റെയും കേസുകൾ പിൻവലിക്കുന്ന ഒരു ഒറ്റ സമയത്താണ് ഒരു മന്ത്രിസഭ തീരുമാനിക്കുകയും അത് DGPയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഓർഡറുകളൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്താണ്. പക്ഷെ അതെല്ലാം ഈ തീരുമാനങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ശബരിമലയിലെ ശാന്തമായ രീതിയിൽ നാമജപയാത്ര, അതൊരു പ്രക്ഷോഭത്തിന്റെ രീതി തന്നെ നമുക്കറിയാം, വളരെ ശാന്തമായിരുന്നു. അവിടെ ഒരു മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള അയ്യപ്പ മന്ത്രം മാത്രമാണ് ജനങ്ങൾ ജപിച്ചത്. ഒരിടത്തും ഒരു പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടില്ല. പോലീസ് അതിക്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ലാത്തിചാർജും അത്തരത്തിൽ നമുക്കറിയാം നിലയ്ക്കലൊക്കെ നടന്ന നിലയ്ക്കലും പമ്പയിലും 2018 ഒക്ടോബർ മാസം 18-ാം തീയതി നടന്ന അതിഭീകരമായ ലാത്തിചാർജും ഒക്കെ നമ്മൾ കണ്ടു, വാഹനങ്ങൾ തകർക്കെ കണ്ടതാണ്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ പോലും വളരെ ശാന്തമായ രീതിയിലാണ് അന്ന് ഈ പറഞ്ഞ 2018 കാര്യം പറഞ്ഞ അന്ന് ഈ പറഞ്ഞ 2018 ഒക്ടോബർ 18-ാം തീയതി നിലയ്ക്കൽ നടന്ന ഒരു ധർണ എന്ന് വെച്ചാൽ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ ഒരിടത്തിരിക്കുകയാണ്, അമ്മമാരും എല്ലാം ചേർന്നിട്ട് അവിടെ നമ്മളെല്ലാം ഉണ്ട്. ആ സമയത്ത് നടന്ന അതിഭീകരമായ പോലീസ് ആക്രമണത്തിൽ എത്രയോ പേർക്ക് മുറിവേറ്റു. പക്ഷെ നമ്മൾ ഒരാളും അതിനകത്ത് പങ്കെടുക്കുകയില്ല. നമ്മൾ ചെയ്തത് അന്തരീക്ഷം വഷളാവുന്ന കണ്ടപ്പോൾ രാവിലെ ആരംഭിച്ച ഈ നാമജപ സംഗമം ഒരു 3 മണിയൊക്കെ ആയപ്പം വളരെ മോശമായ സാഹചര്യം ചുറ്റുപാടും ഉണ്ടാവുന്നു. പോലീസ് ആക്രമിക്കാനുള്ള രീതിയിൽ ഇടിവണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അമ്മമാരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം തന്നെ വണ്ടികൾ ഓരോന്നായിട്ട് ഈ പറഞ്ഞ സംഗമ സ്ഥലത്തേക്ക് വരുത്തുകയും അവരെല്ലാം സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയും ഒരാൾ പോലും അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കാൻ നിലനിൽക്കില്ല. അത് ഉറപ്പായിട്ട് ഏറ്റവും അവസാനം പോയ വണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകരുടെയുമായിരുന്നു. ഞങ്ങൾ ആരും അവിടെ അവശേഷിക്കുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. കാരണം നമുക്കൊരിക്കലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ശാന്തമായ രീതിയിലാണ്. പക്ഷെ എന്നിട്ടും അവിടെ ബാക്കിയുള്ള ഭക്തന്മാരെ നമുക്കറിയാം, ശബരിമല ആ സമയത്ത് ധാരാളം ആൾക്കാർ പല കാര്യങ്ങൾക്ക് വേണ്ടിയും തൊഴാനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് അവരുടെ നേരെയാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ നമ്മൾ കർമ്മസമിതിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഒരു പ്രക്ഷുബ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചില്ല. പക്ഷെ അതിനെല്ലാം കേസെടുക്കുകയും വളരെയധികം നിരപരാധികളെ തല്ലിച്ചതച്ച് വളരെ അന്ന് രാത്രിയിലൊക്കെ എത്രയോ നിലവിളികളായിരുന്നു ആ കാട്ടിനുള്ളിൽ നിന്നും വന്നതെന്ന് നമുക്കിന്നും അറിയാൻ പറ്റും. അവരെയൊക്കെ പോലീസിനെ പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോവുകയും വഴിതെറ്റി പോവുകയും മരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടൊക്കെ ഇത് ഇങ്ങനെ വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം അവർ സൃഷ്ടിച്ചാണ്. പക്ഷെ ഇത്തരം അതുപോലെ നാമജപം നമുക്കറിയാം, ശബരിമലയിൽ തന്നെ നാമജപം നടത്തിയ 62 പേരെയാണ് ഒന്നിച്ച് ഒരു അറസ്റ്റ് കൊണ്ട് പോകുന്നത്. അവരൊരു കുറ്റവും ചെയ്തില്ല. 18-ാം പടിക്ക് താഴെ വളരെ സമാധാന രീതിയിൽ നാമജപം നടത്തുകയാണ്. അപ്പൊ പറഞ്ഞാൽ തീരാത്തത്ര കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ ആ കേസുകളൊന്നും പിൻവലിക്കാതെ ഈ CA വിരുദ്ധ സമരത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു, എത്ര പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചത്, എന്തെല്ലാം പ്രശ്നങ്ങളും നാട്ടിലെ സമാധാന ജീവിതം തന്നെ തകരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പം അതിനെതിരെ എടുത്ത കേസുകൾ മൊത്തം അവർ പിൻവലിച്ചു. തീരുമാനം ഒന്നിച്ചെടുത്തെങ്കിലും പക്ഷെ നമ്മളെ പരിഗണിച്ചില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. കാരണം ധാരാളം പേരുടെ ജോലി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ കടകളും ഒക്കെ നടത്തിക്കുന്ന അതിനെല്ലാം ബുദ്ധിമുട്ട് വരികയും കേസിന് തന്നെ കോടാനുകോടി രൂപയാണ് ചെലവാക്കുന്നത്. നമ്മുടെ ഏകദേശം ഒരു കണക്കൊരു 4.5 കോടി രൂപയും മുകളിലെങ്കിലും ഈ ശബരിമല വിഷയത്തിൽ ഈ ഇവരെടുത്ത കേസുകളിൽ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള സാധാരണക്കാരുടെ കേസുകളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ചെലവായിട്ടുണ്ട്. അപ്പം ധാരാളം മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്, ചികിത്സ മറ്റു കാര്യങ്ങളല്ല ഇത് കൂടാതെ. അപ്പൊ ഇതൊന്നും പരിഗണിക്കാതെ ഇന്ന് വീണ്ടും അവർ അയ്യപ്പ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ശബരിമലയെ സംരക്ഷിക്കുക, ആചാര സംരക്ഷണമെന്നും അല്ലെങ്കിൽ അവിടുത്തെ വികസനം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. കാരണം ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്നുള്ള യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരള സർക്കാരിന് വേണ്ട ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതും കൂടാണ്. കാരണം ഒരു അയ്യപ്പ സംഘമല്ല,
അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യവസായ സംഗമം അല്ലെങ്കിൽ നേരത്തെ ഒരു നടത്തിക്കൊണ്ടിരുന്ന ഈ വ്യവസായികളെ വരുത്തിയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ലാന്ന് വീണ്ടും അവർ തെളിയിക്കുകയാണ്. ഈ 20-ാം തീയതിയിലത്തെ ഇവരുടെ ഈ സംഗമത്തോടുകൂടി യാതൊരു രീതിയിലും ശബരിമലയിലെ ഇത്തരം വിഷയങ്ങളിൽ അവർ യാതൊരു ആത്മാർത്ഥതയില്ല. മാത്രമല്ല, നമ്മൾ കണ്ടു ഈ ശബരിമല കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ അവർ തയ്യാറാവുന്നില്ല. മാറി മാറി ഒരു പ്രസ്താവനകൾ പറയുക, വിശ്വാസത്തോടൊപ്പമാണെന്ന് ഒരു ദിവസം പറയും, അടുത്ത ദിവസം പറയും അല്ല ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അന്നത്തെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സർക്കാരിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നശിച്ചു ഈ നാട്ടുകാർക്ക്. അതൊന്നുകൂടി അവർ തെളിയിക്കുന്ന തരത്തിലാണ് 20-ാം തീയതിയിലത്തെ അവരുടെ ആഗോള സംഗമം വരുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സമ്മേളനം നടത്താൻ ദേവസ്വം ബോർഡും സർക്കാരും ഒരുങ്ങുന്ന ഘട്ടത്തിൽ 2018 മണ്ഡല മകരവിളക്ക് കാലഘട്ടങ്ങളിൽ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകളും പിന്നീട് അയ്യപ്പ ഭക്തരെ ഏതൊക്കെ രീതിയിലാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനവും പോലീസ് സംവിധാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ദ്രോഹിച്ചത് എന്ന വിഷയമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അരുൺ കൊടുങ്ങൂർ തുടരുകയാണ്. അരുൺ, നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ, നമുക്കറിയാം അന്ന് ശബരിമല പ്രക്ഷോഭം നടക്കുന്ന ഘട്ടത്തിൽ അതിനെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാൾ ടീച്ചറായിരുന്നു. ടീച്ചർ അരുൺ കൊടുങ്ങൂരിൻ്റെയൊക്കെ പേര് എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് ജനത്തിൻ്റെ ഇത്തരം റിപ്പോർട്ടർമാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്ഥിതിഗതികൾ നമ്മുടെ കൈകളിൽ നിൽക്കില്ലായിരുന്നു എന്നാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. ആ കാലത്തേക്ക് എങ്ങനെയാണ് അരുൺ ഓർക്കുന്നത്? തീർച്ചയായും അതിലേറ്റവും എടുത്തു പറയേണ്ടത് കൃത്യമായ ഒരു ഗൂഢാലോചനയോടെയായിരുന്നു അന്ന് ശശികല ടീച്ചറിൻ്റെ ഒരു അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം തന്നിരുന്നത്. ആ നിർദ്ദേശം വന്ന ആ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കുകയും നിലവിൽ അവർ നിശ്ചയിച്ച സ്ഥലത്തു നിന്നും മാറ്റി ത്രിവേണി സംഗമത്തിന് അവിടേക്ക് കൊണ്ടുവന്ന് ആരുമില്ലാത്ത, അതായത് ശബരിമലയെ സംബന്ധിച്ചോളം എല്ലായിടങ്ങളിലും പ്രക്ഷോഭകർ നിറയുന്ന, വിശ്വാസികൾ നിറയുന്ന ഒരു സമയമായിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഒരു ഗൂഢലക്ഷ്യങ്ങളോടെ തന്നെ ടീച്ചറിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ത്രിവേണി സംഗമത്തിന് ഇപ്പുറത്ത് വെച്ച് ആളൊഴിഞ്ഞ ഒരിടത്ത് വെച്ചിട്ടായിരുന്നു ടീച്ചറിനെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന വാഹനത്തിൽ നിന്നും നേരെ കൊണ്ടുപോകുന്നത്. എന്തായാലും ആ ഒരു സമയങ്ങളൊക്കെ തന്നെയും എങ്ങനെയും ഭക്തരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു വലിയ നിലപാട് തന്നെ സർക്കാർ എടുത്തിരുന്നു. ആ നിലപാട് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആ വിഷയം തന്നെയാണ് ടീച്ചർ സാങ്കല്പികമായി പറഞ്ഞ ആ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അന്ന് എത്രത്തോളം ക്രൂരമായ ഇടപെടലാണ് ഭക്തരോട് സ്വീകരിച്ചത്. പക്ഷേ ആ സ്വീകരിച്ച സർക്കാർ തന്നെ ഇങ്ങ് പമ്പയിൽ വീണ്ടും ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു. അത് ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ ഭക്തരെയും നിരത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനം, 3000-ലധികം ആളുകളെ ക്ഷണിച്ച് വരുത്തിക്കൊണ്ടുള്ള സമ്മേളനം നടത്തുന്നു. ഈ ഒരു സമ്മേളന സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഭക്തരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഏറ്റവും ഉചിതമായ സമയം. അതുകൊണ്ട് തന്നെയാണ് ഒരു വാർത്താ പരമ്പര പോലെ തന്നെ ജനം TV ഈ ഒരു ഉദ്യമം കൂടി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, സർക്കാർ ഇനി കാണിക്കുന്ന, അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി തന്നെ അന്ന് അവർ കാണിച്ച ഓരോ വിഷയങ്ങളും, അതിന് പിന്നിലെ ഇരട്ടത്താപ്പ്, അതിന് പിന്നിലെ രാഷ്ട്രീയം, അതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ, ഈ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരുപിടി റിപ്പോർട്ടുകൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ പുറത്തേക്ക് വിടും. ഇത് സജീവ ചർച്ചയാക്കി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് പറയുന്നത്. കാരണം അതിലേറ്റവും എടുത്തു പറയേണ്ടത് ശബരിമല കേസുകളിലടക്കം സർക്കാർ കാണിച്ച നിസ്സാരമായി പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴും ഈ ഭക്തരെ ദ്രോഹിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം അത് ഹൈന്ദവ സംഘടനാ നേതാക്കൾ ചോദിക്കുന്നു, ജനം TV വാർത്താ സംഘം ചോദിക്കുന്നു, എല്ലായിടത്തും വാർത്താ സമ്മേളനങ്ങൾ നടന്ന എല്ലായിടങ്ങളിലും ചോദിക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഏറ്റവും പ്രസക്തമായുള്ള കാര്യങ്ങളും. എന്തായാലും അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വിഷയം സജീവ ചർച്ചയാണ്. അതോടൊപ്പം തന്നെ അന്ന് കേസുകളിൽ ഇരയായ ആളുകൾക്കൊക്കെ തന്നെയും അവരുടെ അനുഭവം, നീറുന്ന ഓർമ്മകൾ അത് കൃത്യമായി തന്നെ അവർ തുറന്നു പറയുകയും ചെയ്യും. ഗൗതം, അരുണൊപ്പം ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ CAA കലാപകാരികൾക്കെതിരെ എടുത്ത കേസുകൾ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഒന്ന്, ശബരിമല പ്രക്ഷോഭവും CAA കലാപവും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റുന്ന ഒന്നല്ല. ഒന്ന്, നാമം ജപിച്ചുകൊണ്ട് അമ്മമാരുൾപ്പെടെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ NSSും SNDPയും ഒക്കെ അടങ്ങുന്ന സാമുദായിക സംഘടനകളും ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും VHPയും ഒക്കെ അടങ്ങുന്ന സംഘപ്രസ്ഥാനങ്ങളും ഒക്കെ നയിച്ച വളരെ സമാധാനപരമായൊരു പ്രക്ഷോഭമാണ്. അതിൻ്റെ പേരിൽ എങ്ങും കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിച്ചിട്ടില്ല. പക്ഷേ CAA എന്ന് പറയുന്നത് ഒരു ലക്ഷണമൊത്ത കലാപമായിരുന്നു. മറ്റ് മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ തെരുവിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നോക്കൂ, നമ്മുടെ നാട്ടിൽ എടുത്തു മാറ്റിയിരിക്കുന്നു. പക്ഷേ ഭക്തർക്കെതിരെയുള്ള കേസുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്.
തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല കേസുകളും CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളും അരുൺ ആ വിഷയത്തിലേക്ക് മടങ്ങിയെത്താം.